ഇലക്ട്രിക് വാഹനങ്ങളിൽ ശബ്ദം നിർബന്ധമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഈ ഒരു ന്യൂസ് പല ആളുകളും ഈ അടുത്തിപ്പോൾ കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി എന്താണ് AVAs അല്ലെങ്കിൽ അവാസ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇലക്ട്രിക് വാഹനങ്ങളിൽ നിലവിൽ എഞ്ചിനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല വാഹനങ്ങളും നമ്മുടെ അടുത്തെത്തുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയാൻ പറ്റുക. എന്നാൽ ഈ ഒരു സൈലന്റ് പൊതുവെ പല അപകടങ്ങൾക്കും കാരണമാവാറുണ്ട്. ഇതിനെ മറികടക്കാനാണ് അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം അഥവാ ആവാസ് നിർബന്ധമാക്കാൻ ഒരുങ്ങുന്നത്. ആക്ച്വലി എന്താണ് ആവാസ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്രിമമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഡിവൈസ് ആണ്. സാധാരണ ഒരു ഇലക്ട്രിക് വാഹനങ്ങളിലോ ഹൈബ്രിഡ് വാഹനങ്ങളിലോ ഒക്കെ വാഹനം റണ്ണ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പീഡിൽ പോകുമ്പോഴോ ഒക്കെ ചെറിയ എഞ്ചിൻ പോലെയുള്ളതോ മറ്റ് പ്രത്യേക ശബ്ദങ്ങളോ ഒക്കെ ഇത് പുറത്തു വിടുകയും കാൽനട യാത്രക്കാർക്കും മറ്റുമൊക്കെ ഈ ഒരു വാഹനം വരുന്നത് മനസ്സിലാക്കാനൊക്കെ ഇത് സാധിക്കും. ഓൾറെഡി ഈ ഒരു ടെക്നോളജി ജപ്പാൻ, US പോലെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിലവിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലൊക്കെ പല ബസ്സുകളും വാഹനങ്ങളും ഒക്കെ ഇലക്ട്രിക്കലായിട്ട് മാറിയത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയത് കൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. നിലവിലെ പ്രഖ്യാപനം അനുസരിച്ച് 2026 ഒക്ടോബർ 1 മുതലുള്ള എല്ലാ വാഹനങ്ങൾക്കും AVAs നിർബന്ധമാക്കാൻ ഒരുങ്ങുകയാണ്. 2027 ഒക്ടോബർ 1 ആകുമ്പോഴേക്കും നിലവിലുള്ള MN കാറ്റഗറിയിലുള്ള വാഹനങ്ങൾക്കും ഈ ഒരു നിയമം നിർബന്ധമാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. താങ്ക്